കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ആര്യമാല ആട്ടം സമ്പന്നമായ ഒരു സംസ്കൃതിയുടെ ചരിത്രം പേറുന്ന കേരളത്തിന് വാമൊഴിയായും വരമൊഴിയായും തലമുറകൾ കൈമാറി വന്ന ഒട്ടനവധി പ്രാചീന കലാരൂപങ്ങൾ സ്വന്തമായുണ്ട്. അവയിൽ ഒട്ടുമിക്കവയും നാഗരികതയുടെ കുത്തൊഴുക്കിൽ നമുക്കിന്ന് അന്യമായി. കൊല്ലത്തിന്റെ തനത് കലയെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രാചീന നൃത്തകലാരൂപം ഇന്നും കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നു. അതാണ് ആര്യമാല ആട്ടം. തീവ്ര അനുരാഗത്തിന്റെ വൈകാരികത പ്രകടിപ്പിച്ചുകൊണ്ട് മോഹിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്ന കാത്തവരായന്റെ, അതായത് സുബ്രഹ്മണ്യന്റെ കഥ പറയുന്ന ഈ പ്രാചീന കലയുടെ ഇന്നത്തെ പ്രയോക്താക്കൾ കൊല്ലം മുളങ്കാടകം ക്ഷേത്ര പരിസരത്തുള്ള വിശ്വകർമ്മജരാണ്. പാലക്കാട് സ്വദേശിയായ സുബ്രഹ്മണ്യ ശാസ്ത്രി ചിട്ടപ്പെടുത്തിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആര്യമാല ആട്ടം തലമുറകൾ കടന്ന് കഴിഞ്ഞ 40 വർഷമായി കൊല്ലത്തിന്റെ കലയെന്ന രൂപത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. സ്കന്ദപുരാണം 18-ാം സർഗത്തിൽ സുബ്രഹ്മണ്യന്റെ യൗവനകാലം പരാമർശിക്കുന്നിടത്തു നിന്നുമാണ് ആര്യമാല ആട്ടത്തിന്റെ തുടക്കം. പൗർണമി ദിനങ്ങളിൽ ശിവപാർവതിമാരെ ഭജിക്കാൻ കൈലാസത്തിലെത്തുന്ന സപ്തകന്യകമാരിൽ സുന്ദരിയായ ഇളാകുമാരിയിൽ അനുരക്തനായ സുബ്രഹ്മണ്യൻ കുമാരിയോട് കാട്ടുന്ന ചേഷ്ടകൾ പാർവതി ആസ്വദിക്കുന്നു. ഇതിൽ കോപിഷ്ഠനായ പരമശിവൻ ഭാര്യയെയും പുത്രനെയും ഇളാകുമാരിയെയും ശപിക്കുന്നു. ഭൂമിയിൽ പിറന്ന് വളരുവാൻ ശാപമോക്ഷവും നൽകി. കാവേരി നദീതീരത്തുള്ള കമ്പവനത്തിൽ കാമാത്തി എന്ന തപസ്വിനിയായി പാർവതിയും പേടമാനിന്റെ വയറ്റിൽ നിന്ന് മനുഷ്യക്കുഞ്ഞായി കാത്തവരായൻ എന്ന പേരിൽ സുബ്രഹ്മണ്യനും ജന്മം കൊണ്ടു. ഈ സമയം കാവേരിയുടെ മറുകരയിൽ മാനഗരത്തിൽ കുട്ടികളില്ലാതെ വിഷമിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച രാജദമ്പതികളായ ആര്യപൂരരാജനും മലർമാലയ്ക്കും യാഗാഗ്നിയിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ ലഭിക്കുന്നു. ഇളാകുമാരിയുടെ അവതാരമായി പിറന്ന ആ കുഞ്ഞ് ആര്യമാല എന്ന പേരിൽ മാനഗരത്തിലെ രാജ്ഞിയായി. രാജ്യഭരണം ആര്യമാലയ്ക്ക് നൽകി ആര്യപുരരാജനും മലർമാലയും വനവാസത്തിന് പോയി. കാവേരി നദിക്കരയിൽ യാദൃച്ഛികമായി ആര്യമാലയെ കാത്തവരായൻ കണ്ടുമുട്ടുന്നു. ആദ്യ ദർശനത്തിൽ തന്നെ ഇളാകുമാരി എന്ന ആര്യമാലയോട് കാത്തവരായന് അനുരാഗമുണ്ടായി. എന്നാൽ ആര്യമാലയുടെ പുരുഷ വിരോധം കാത്തവരായന്റെ പ്രണയത്തിന് തടസ്സമായി. അതിശക്തമായ എതിർപ്പുകളെ ഒന്നൊന്നായി പരാജയപ്പെടുത്തി ഒടുവിൽ കാത്തവരായൻ എന്ന സുബ്രഹ്മണ്യനും ആര്യമാല എന്ന ഇളാകുമാരിയും തമ്മിൽ ഒന്നിക്കുന്നതാണ് ആര്യമാല ആട്ടത്തിന്റെ ഇതിവൃത്തം. 200ഓളം വർഷം പഴക്കമുള്ള ഈ കലാരൂപത്തിന്റെ ഇന്നത്തെ പ്രയോക്താക്കൾ മുളങ്കാടകം പടിപ്പൂര വീട്ടിൽ കലാവതി കലാമണ്ഡലം നടേശനാശാനും കുടുംബവുമാണ്. കൂത്തിനും കഥകളിക്കും പ്രചാരമുണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ആര്യമാല ആട്ടം ക്ഷേത്രകലയെന്ന നിലയിൽ കൊല്ലത്ത് പ്രസിദ്ധി നേടിയിരുന്നു. തമിഴും മലയാളവും ഇടചേർന്ന ഭാഷയിലാണ് ആട്ടക്കഥ രചിച്ചിട്ടുള്ളത്. കഥകളിക്കും യക്ഷഗാനത്തിനും സാദൃശ്യമായ ഈ കലാരൂപം 1966-67 കാലഘട്ടത്തിൽ മുളങ്കാടകത്ത് ദേവീവിലാസം ആര്യമാല ആട്ട കലാസമിതി രൂപീകരിച്ചുകൊണ്ട് നടേശനാശാന്റെ മുത്തച്ഛന്റെ ഗുരുവായ കൃഷ്ണനാരായണ ആശാൻ പാലക്കാട് നിന്ന് കൊല്ലത്തേക്ക് പറിച്ചു നട്ടതാണ്. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടിൽ 2 തവണയെങ്കിലും ആര്യമാല ആടിയിരുന്നു. മുളങ്കാടകം ക്ഷേത്രത്തിലെ ഉത്സവവേദികളിൽ ഈ കലാരൂപം സജീവമായിരുന്നു. ഇന്ന് ഏതാണ്ട് നിർജീവ അവസ്ഥയിലാണ്. 12-ാം വയസ്സിലാണ് നടേശനാശാൻ ആര്യമാല ആട്ടം ശാസ്ത്രീയമായി അഭ്യസിച്ചത്. കഥകളിയോടും യക്ഷഗാനത്തോടും ഏറെ സാമാന്യതകളുള്ള ഈ കലാരൂപം കെട്ടിയാടാൻ ഏറെ മെയ്വഴക്കം ആവശ്യമാണ്. യക്ഷഗാന സമാനമായ കിരീടം ധരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് സംഭാഷണം നടത്തുന്നതും പാടുകയും ഒക്കെ ചെയ്യുന്നത്. കഥാപാത്രങ്ങളുടെ മുഖം മിനുക്ക് ഈ കലാരൂപത്തിന് നാടകത്തിൻ്റെ പരിവേഷം കൂടി നൽകുന്നുണ്ട്. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക എന്നിവയാണ് വാദ്യ ഉപകരണങ്ങൾ. 36 രംഗങ്ങളുള്ള കഥയിൽ 26 കഥാപാത്രങ്ങളുണ്ട്. ആട്ടമാടിത്തീരുന്നതിന് 4 രാത്രികൾ വേണം. ഇന്ന് 4 മണിക്കൂറായി അവതരണ സമയം ചുരുക്കിയിട്ടുണ്ട്. ചെമ്പട, അടന്ത, മുറിയടന്ത, പഞ്ചാരി, ജമ്പ എന്നീ താളങ്ങളാണ് ആര്യമാല ആട്ടത്തിൻ്റെത്. വിരുത്തം, ഗദ്യം, ഗാനം എന്നിങ്ങനെയാണ് വാചികം. വൈവിധ്യമായ കഥാപാത്രങ്ങളാണ്
ആര്യമാല ആട്ടത്തിന്റെ മുഖ്യ ആകർഷണം. ഗണപതി വേഷം കെട്ടി തോടയാടുന്നതോടെ മാല ആട്ടത്തിന് അരങ്ങുണരും. നൃത്തത്തിനും സംഭാഷണത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത്. ശ്ലോകം കഴിഞ്ഞ് കലശം. ശ്ലോകത്തിന്റെ താളത്തിനൊത്ത വായ്ത്താരി ചൊല്ലും. 6 കലശവും 6 ചുമടുകളും ഉള്ള ഈ കലാരൂപത്തിൽ കൃഷ്ണനാട്ടത്തോട് കടപ്പാടുള്ളതായി വിശ്വവിജ്ഞാനകോശം വോള്യം 2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ കൊല്ലം മുളങ്കാടകമാണ് ഈ കലാരൂപത്തിന്റെ സങ്കേതമെന്നും എടുത്തു പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.